നമ്മുടെ ലയൺസ് ക്ലബിൻ്റെ ഭാരവാഹികൾ, എല്ലാവരും പേരുടെ മനീഷ് സാറ് കൂടെ വന്ന എല്ലാവരും ബഹുമാനമുള്ള ഭാരവാഹികളെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലയൺസ് ക്ലബ്ബ് നെടുമങ്ങാട് ബ്രാഞ്ചിൽ നിന്ന് മാഡം വിളിച്ചിരുന്നു. ഇത്തരത്തിൽ കുറച്ച് വൃക്ഷത്തൈകൾ ഇന്ന് ഉച്ചയ്ക്ക് വെള്ളിയാഴ്ച 31-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം നമുക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സന്തോഷം രേഖപ്പെടുത്തി. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ പിന്നെ വൃക്ഷത്തൈകൾ തരുമായിരുന്നു. കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് അത്തരത്തിലുള്ള വൃക്ഷത്തൈകൾ നമുക്ക് കിട്ടാറില്ല. നമ്മൾ ഇപ്രാവശ്യം തന്നെ പരിസ്ഥിതി ദിനം ആഘോഷിച്ചത് തന്നെ പരസ്പരം കുട്ടികളോട് പറഞ്ഞിട്ട് വീട്ടിൽ വൃക്ഷത്തൈകൾ നടാനാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലുള്ള വൃക്ഷത്തൈകളൊക്കെ കിട്ടാനില്ല. അപ്പോൾ എന്തായാലും പിന്നെ ഇത്തരത്തിലൊരു പിന്നെ സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ചപ്പോഴത്തേക്ക് നമ്മുടെ സ്കൂളിനെ കൂടെ സെലക്ട് ചെയ്ത് നമ്മുടെ സ്കൂളിൻ്റെ കൃത്യമായ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നിവിടെ കിട്ടിയ ഈ തൈകൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാനാണെന്ന് ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് അവർ വീട്ടിൽ കൊണ്ടുപോവുകയും ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നമ്മളൊരു ഡയറി കുറിപ്പായിട്ട് തന്നെ രേഖപ്പെടുത്തി ഓരോ വർഷം അല്ലെ മാസങ്ങൾ കൂടുമ്പോഴത്തേക്ക് അതിൻ്റെ വിലയിരുത്തലുകൾ നമ്മൾ കാണുകയും വർഷാവസാനം സ്കൂളുകളിൽ പോയിട്ട് ഏറ്റവും നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന കുട്ടിക്ക് ഒരു സമ്മാനം കൊടുക്കാനുള്ള രീതിയിൽ ഒരു പദ്ധതി നമ്മൾ ആവിഷ്കരിക്കുകയും ചെയ്യും. അപ്പോൾ എന്തിനാണ് വൃക്ഷത്തൈകളൊക്കെ നടുന്നത്? വളരാൻ. അത് വളരെ നമുക്ക് എന്താ ഗുണം? മഴ പെയ്യും. അതാണ് ഇടുക്കൻ. അതായത് നമ്മൾ മൊത്തം കെട്ടിടങ്ങളൊക്കെ കെട്ടിയിട്ട് നമുക്ക് എന്തില്ലാതായി? ഇപ്പോൾ കാടില്ലാതായില്ലേ? മരങ്ങളില്ല, കാടില്ല. കാടെന്തിനാ? കാടാണ് നമ്മുടെ മഴ പെയ്യിക്കാൻ സഹായിക്കുന്നത് അല്ലേ? ഭയങ്കര ചൂടല്ലേ ഇപ്പോൾ. അപ്പോൾ ഈ ചൂട്, മഴയില്ലാത്ത അവസ്ഥ, ഇതൊക്കെ മാറാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ചെടികൾ നട്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്കൂളിനകത്തും വീടുകളിലും നമ്മളിതുപോലെ കഴിയുന്നിടത്തോളം നമുക്ക് ചെടികൾ നട്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് നാളേക്കുള്ള കാര്യങ്ങൾ കിട്ടുള്ളൂ. ഇപ്പം തന്നെ നമുക്ക് വെള്ളം കിട്ടാനില്ല. എന്താ നമുക്ക് വെള്ളം ഇല്ലാത്തത്? മണ്ണിൽ വെള്ളം പിടിച്ചു നിർത്തുന്നത് എന്താണ്? ഈ ചെടികളുടെ വേരാണ് മണ്ണിൽ വെള്ളം പിടിച്ചു അല്ലേ? അപ്പം നിങ്ങളും വീട്ടിൽ പോയിട്ട് പറയണം, കൂട്ടുകാരടുത്തും പറയണം. എന്ത് പറയുന്നു? ലയൺസ് ക്ലബ്ബിൽ നിന്ന് നിങ്ങൾക്ക് കുറേ ചെടികളൊക്കെ കൊണ്ടുവന്നു. അവരാണെങ്കിൽ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? അസുഖമുള്ള ആൾക്കാർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുക, അവർക്ക് ശുശ്രൂഷിക്കുക, വീട് വെച്ച് കൊടുക്കുക, ആഹാരമില്ലാത്തവർക്ക് ആഹാരം കൊടുക്കുക, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് സാമ്പത്തിക സഹായം ചെയ്യുക. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് അവർ ചെയ്യുന്നുണ്ടെന്ന് പറയണം. നമ്മുടെ കൃഷിയുടെ അധ്യാപകനും അതുപോലെ സ്കൂളിലും പോകുമ്പോഴത്തേക്ക് എന്നെ പോലെ വയസ്സായ ഹെഡ് മാസ്റ്റർമാരെയാണ് കാണാറുള്ളത്. ഇവിടെ വരുമ്പോഴത്തേക്ക് അത് മാത്രമല്ല നല്ല ഒരു അന്തരീക്ഷം നിങ്ങളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു അല്ലേ? ശരിക്കും വെള്ളം ഒഴിക്കാറുണ്ടോ? നിങ്ങൾ ചെയ്യാറുണ്ടോ? അങ്ങനെ കാണുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ സാറ് പറഞ്ഞു നമ്മുടെ ലയൺസ് ക്ലബിനെ പറ്റി നിങ്ങൾ വീട്ടിൽ പോയി പറയണം. മാത്രമല്ല വലുതായി പഠിച്ച് വലുതായി ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം നിങ്ങളും ഞങ്ങളുടെ ക്ലബിലേക്ക് വരണം. നിങ്ങൾക്ക് വരാൻ തോന്നും. കാരണം അങ്ങനെയുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാകുമ്പോൾ നിങ്ങൾ വരും. അപ്പോൾ ഇപ്പോഴേ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഭാവിയിലെ ലയൺസായി മാറത്തെ നിങ്ങൾക്ക് ആശംസിച്ചിട്ടുണ്ട്. ഈ ചെടികളെ നമ്മുടെ പറഞ്ഞതുപോലെ നമ്മളിന്ന് ശ്രദ്ധാപൂർവ്വം പരിഗണിക്കുക, ഇതിന് വേണ്ട മാറ്റങ്ങൾ നോക്കുക, അതിൻ്റെ സമ്മാനം കൊടുക്കുക. ഞങ്ങൾ ഇനി വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ എന്തൊക്കെ സംഭവിച്ചു, ഏതവസ്ഥയാണെന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരിക. ചിലര് സന്തോഷത്തോടെ നോക്കുമല്ലോ. അങ്ങനെയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട സാറ് പറഞ്ഞത്. നിങ്ങൾ നല്ല കുട്ടികളാണ്, നിങ്ങൾ നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളെ വിളിച്ചത്. ഓക്കെ, വളരെ സന്തോഷം വരാനും കാണാനും കഴിഞ്ഞിട്ട് ലയൺസ് നന്ദി അറിയിക്കുന്നു. ഓക്കെ, കറുകപ്പട്ടയാണ് കേട്ടോ. വീട്ടിൽ പോയി നടന്നു കേട്ടോ. എന്നിട്ട് ആ ചെടി അവിടെ കൊണ്ട് വെച്ചു. വൈകുന്നേരം വീട്ടിൽ പോകുമ്പോൾ എടുക്കാം. അതിലോട്ട് പോകാം. കുഴപ്പമില്ല, ഞാൻ കൊടുത്തു. ഞാൻ ഇരിക്കാൻ പറ്റുമോ? മഴ പെയ്യുന്നു.
ഇനി വയ്ക്കോ ഇതിലേക്ക് ഒരു ചെറുത് കൊടുക്കാം. ഇല്ല സാർ. വാങ്ങിച്ചോ, വെയിറ്റ് ഉണ്ട്. വെയിറ്റ് ആണെങ്കിൽ സാറിൻ്റെ കൊടുത്താലും പറ്റുമോ? അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഒരു പാർക്കുണ്ട് ആനാട് സ്കൂൾ, അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞു. എനിക്കൊരു പിന്നെ ഒരു ഫാന് ഇല്ല അതിൻ്റെ ഒന്നും അങ്ങനെ. അപ്പോൾ അതുപോലെ നമ്മുടെ ഇവിടെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതുപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ ആവശ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ സാർ അത് പറഞ്ഞാലും ടോയ്സ് അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. നിങ്ങൾ ഒരുമിച്ച് കുറച്ച് വാങ്ങിക്കാനായിരുന്നു. ഇവിടെ ഉണ്ടോ ടോയ്സ്? ഉണ്ട്, കുറച്ച് ടോയ്സ് ഉണ്ട്. അതൊന്ന് കാണാവോ നമുക്ക്?